ജമ്മു കാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനം പിടികൂടിയ സ്ഫോടക വസ്തുക്കൾ സീൽ ചെയ്യുന്നതിനെന്ന് മൊഴി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഡൽഹിയിൽ 2 കിലോയിലധികം അമോണിയം നൈട്രേറ്റും ഡിറ്റനേറ്ററും പെട്രോളിയവും ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയത് എന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ബീഹാറിലെ NDA സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമായി തുടരുകയാണ്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അച്യുതൻ, ഡൽഹിയെ സംബന്ധിച്ച് ഏറെ തിരക്കുള്ള ഒരു ദിവസം തന്നെയായിരിക്കും, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലെ സ്ഫോടനം, ഒപ്പം തന്നെ NDAയുടെ സർക്കാർ രൂപീകരണം ബീഹാറിൽ നടക്കുന്നു. ഇതുൾപ്പെടെയുള്ള വാർത്തകൾ ഇന്ന് എന്തൊക്കെ വിവരങ്ങൾ നിലവിൽ ഈ വാർത്തകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്? പ്രവിത, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ 3 വാർത്തകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് സംഭവ വികാസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറെ പ്രധാനം രാജ്യത്തെ ഞെട്ടിച്ച ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ്. ഏതാണ്ട് 2 കിലോയിലധികം അമോണിയം നൈട്രേറ്റും ഡിറ്റനേറ്ററും ഒപ്പം പെട്രോളിയം ഉപയോഗിച്ചാണ് ഈ സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കിയത്. ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ച മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് നിലവിലിപ്പോൾ ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഇതെവിടെ വെച്ച് നിർമ്മിച്ചു, അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നുണ്ട്. 10 മിനിറ്റ് കൊണ്ട് ഇത്തരമൊരു സ്ഫോടക വസ്തു തയ്യാറാക്കാൻ കഴിയും എന്ന അനുമാനത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. അതും ഈ ചെങ്കോട്ടയുടെ പാർക്കിങ്ങിന് സമീപമായിരുന്നു ഈ വാഹനം കുറേ നേരം നിർത്തിയിട്ടിരുന്നത്. അവിടെ വെച്ചാണോ ഇത്തരത്തിൽ ഉമർ ഈ ഒരു സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചത്, അതോ പുറത്തെവിടെയെങ്കിലും വെച്ച് നിർമ്മിച്ച ശേഷം ചെങ്കോട്ടയ്ക്ക് സമീപം പ്രവേശിച്ചതാണോ എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. ഇന്നലെ വ്യാപകമായി NIAയുടെ സംഘങ്ങൾ പല ദിക്കുകളിലെ CCTV ദൃശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ശേഖരിക്കുകയും വീണ്ടും ഒന്നുകൂടി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായി ആ ഉമറിൻ്റെയും ചലനങ്ങൾ, അത് ഡൽഹിയിലേക്ക് പ്രവേശിച്ച മുതലുള്ള കാര്യങ്ങൾ വീണ്ടും NIA സംഘം ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി പേരാണ് ഇപ്പോൾ വിവിധ അന്വേഷണ ഏജൻസികളുടെ കസ്റ്റഡിയിലുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലുകളും പുരോഗമിക്കുന്നു. മുസാഫർ റാത്തയ്ക്കായിട്ടുള്ള നീക്കങ്ങൾ, അദ്ദേഹത്തിന് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നീക്കങ്ങൾ ഇന്റർപോളുമായി ചേർന്ന് അന്വേഷണ ഏജൻസികൾ അത്തരം നടപടികളിലേക്ക് കൂടി കടക്കുന്നു എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. ഒപ്പം അതുമായി ബന്ധമുള്ള, അല്ലെങ്കിൽ ഡൽഹി സ്ഫോടനവുമായി ബന്ധമുള്ള ഒരു വിഷയം കൂടിയാണ് ഈ നൌഗാമിലുണ്ടായിരിക്കുന്ന വൻ സ്ഫോടനം. കാര്യം ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളാണ് ഈ നൌഗാം പോലീസ് സ്റ്റേഷനിൽ, ശ്രീനഗറിലെ നൌഗാം പോലീസ് സ്റ്റേഷനിൽ വലിയൊരു സ്ഫോടനത്തിനിടയാക്കിയത്. അവിടെ ഉദ്യോഗസ്ഥർ ഇത് സീൽ ചെയ്യുന്നതിനിടെയാണ്, ഇത് കൊണ്ടുവന്ന ശേഷം സീൽ ചെയ്യുന്നതിനിടെയാണ് ഇത്തരമൊരു സ്ഫോടനം ഉണ്ടായത് എന്നാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അക്കാര്യത്തിൽ ഇപ്പോൾ ഒരു അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ബീഹാറിനെ സംബന്ധിച്ചാണ്. അവിടെ ബീഹാറിലേക്ക് വരുമ്പോൾ അവിടെ ഇനിയുള്ള ചർച്ചകൾ, തിരക്കിട്ട ചർച്ചകൾ സർക്കാർ രൂപീകരണം കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി JDUവിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് സഞ്ജയ് കണ്ടിരുന്നു. അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും അതിനുശേഷം സംസ്ഥാനത്തിന് ചുമതലയുണ്ടായിരുന്ന BJP നേതാക്കളായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ, കേന്ദ്രമന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാനുമായും വിനോദ് താവ്ഡെയുമായി ആഭ്യന്തരമന്ത്രി കൂടിക്കാഴ്ചകൾ നടത്തുകയുണ്ടായി. നിലവിൽ നിതീഷ് കുമാർ തന്നെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന തരത്തിലാണ് സൂചനകൾ പുറത്തു വരുന്നത്. മറ്റൊന്ന്, മന്ത്രിപദങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഉള്ള നീക്കങ്ങളാണ് നിലവിൽ നടക്കുന്നത്. തിരക്കിട്ട ചർച്ചകളാണ് NDAയിൽ നടക്കുന്നത് എന്നാണ് അച്യുതൻ നൽകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.